നമസ്കാരം. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് UN അഥവാ യുണൈറ്റഡ് നേഷൻസ് എന്ന സംഘടന നിലവിൽ വരുന്നത്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഏതാണ്ട് 133 രാജ്യങ്ങളും UN അംഗങ്ങളാണ്. എന്നാൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ 5 രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്ഥിരാംഗത്വമുള്ളത്. US, UK, USSR, ഫ്രാൻസ് ആൻഡ് ചൈന. ഈ 5 രാജ്യങ്ങൾക്ക് മാത്രമാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വമുള്ളത്. ഈ 5 രാജ്യങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളായിരുന്നു. അവരൊരുമിച്ച് നിന്നവരായിരുന്നു. യുദ്ധത്തിന് ശേഷം ഈ രാജ്യങ്ങൾ ചേർന്നാണ് UN എന്ന സംഘടന ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഫൗണ്ടിംഗ് മെമ്പേഴ്സായ ഈ 5 രാജ്യങ്ങളും തുടക്കം മുതൽക്കേ UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളുമായി. ഇതിൽ ചൈനയുടെ സ്ഥിരാംഗത്വം പിന്നീട് സെക്യൂരിറ്റി കൗൺസിലിനുള്ളിൽ തന്നെ എതിർക്കപ്പെട്ടു. അതായത് അവർക്കിടയിൽ തന്നെ എതിർക്കപ്പെട്ടു. ചൈനയ്ക്ക് പകരം ഭാരതത്തിനെ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നു. നിർഭാഗ്യവശാൽ ആ നിർദ്ദേശങ്ങളെല്ലാം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തള്ളിക്കളഞ്ഞു. നെഹ്റു കാട്ടിയ ആ മണ്ടത്തരമാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്തിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതിനുവേണ്ടി ലോകത്തിലെ ചെറുതും വലുതുമായ സകല രാജ്യങ്ങളുടെയും പിന്തുണയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സ്ഥിരാംഗത്വം 1955 നമുക്കൊരു താലത്തിൽ വെച്ച് നീട്ടിയതാണ്. നിർഭാഗ്യവശാൽ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു അത് തള്ളിക്കളഞ്ഞു. 1945 UN നിലവിൽ വരുമ്പോൾ മുതൽ ചൈന സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗമാണ്. പക്ഷേ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം ഉണ്ടായിരുന്നത് ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലെ റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്കായിരുന്നു. 1949 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിൽ വരുന്നത്. അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിയാങ് കൈഷക്കിനെ തായ്വാനിലേക്ക് നാടുകടത്തി. മാവോയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു. അതായത് 2 ചൈനീസ് എന്റിറ്റി നിലവിൽ വന്നു. ഒന്ന് ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലെ റിപ്പബ്ലിക് ഓഫ് ചൈനയും മറ്റത് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും. 2 ചൈനീസ് എന്റിറ്റികൾ നിലവിൽ വന്നതോടെ UN സെക്യൂരിറ്റി കൗൺസിലിലെ നിലവിലെ സ്ഥിരാംഗങ്ങൾക്കിടയിലും ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു. കാരണം ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലെ റിപ്പബ്ലിക് ഓഫ് ചൈന ഓൾറെഡി UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗമാണ്. എന്നാൽ മാവോയുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം പോയിട്ട് UN പോലും അവരംഗമായിരുന്നില്ല. ചിയാങ് കൈഷക്കിന്റെ റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് പുറമെ ഒരു ചൈനീസ് എന്റിറ്റിക്ക് കൂടി, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ചൈനീസ് എന്റിറ്റിക്ക് സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം കൊടുക്കുന്നതിനോട് US-നോ USSR-നോ ഫ്രാൻസിനോ UK-ക്കോ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വം ഭാരതത്തിന് ഓഫർ ചെയ്തു. ഒന്നുകിൽ ചിയാങ് കൈഷക്കിന്റെ ചൈനയെ മാറ്റി ഭാരതത്തിന് സ്ഥിരാംഗത്വം നൽകുക, അല്ലെങ്കിൽ ചിയാങ് കൈഷക്കിനെയും കൂടെ നിലനിർത്തിക്കൊണ്ട് ഭാരതത്തിനെ 6ാമത്തെ സ്ഥിരാംഗമായി UN സെക്യൂരിറ്റി കൗൺസിലിൽ ചേർക്കുക. ഇതായിരുന്നു അവരുടെ നിർദ്ദേശം. ഈ നിർദ്ദേശമാണ് നെഹ്റു തള്ളിക്കളഞ്ഞത്. ഈ ഓഫർ നിരസിച്ചുകൊണ്ട് നെഹ്റു നടത്തിയ ചില പ്രസ്താവനകൾ ഞാനൊന്ന് വായിക്കാം. അന്ന് ഭാരതത്തിന്റെ US-ലെ അംബാസിഡർ നെഹ്റുവിന്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരുന്നു. US ഗവൺമെന്റിന്റെ ഈ തീരുമാനം നെഹ്റുവിനെ അറിയിച്ചുകൊണ്ട് നെഹ്റുവിന് കത്ത് എഴുതിയത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരുന്നു. വിജയലക്ഷ്മി പണ്ഡിറ്റിന് നെഹ്റു അയച്ച ഒരു മറുപടി കത്തുണ്ട്. ആ കത്ത് ഞാനൊന്ന് വായിക്കാം. അതിതാണ്: സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിൽ നിന്നും ചൈനയെ പുറത്താക്കി അവരുടെ സ്ഥാനത്ത് ഇന്ത്യയെ പ്രതിഷ്ഠിക്കുവാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നതായി നിങ്ങളുടെ കത്തിൽ പരാമർശിക്കുന്നു. ഇന്ത്യ അത് കണക്കിലെടുക്കുവാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് ചൈനയോടുള്ള അവഹേളനമായിരിക്കും. അത് നമ്മളും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതിനും കാരണമാകും. സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരമായ അംഗത്വത്തിന് ഇന്ത്യക്ക് തീർച്ചയായും അർഹതയുണ്ട്. പക്ഷേ ചൈനയെ തഴഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് അത് വേണ്ട. ഇതാണ് നെഹ്റു എഴുതിയത്. യഥാർത്ഥത്തിൽ ഇത് വായിക്കുവാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. നെഹ്റുവിന്റെ ഇതേക്കുറിച്ചുള്ള മറ്റൊരു പ്രസ്താവന വരുന്നത് അദ്ദേഹത്തിന്റെ സോവിയറ്റ് യൂണിയൻ പര്യടന കാലത്താണ്. 1955 ഓഗസ്റ്റ് 1 നെഹ്റു സോവിയറ്റ് യൂണിയനിൽ വെച്ച് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതിൽ നിന്നും ചില പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിതാണ്: സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ ചൈനയുടെ സ്ഥാനം ഏറ്റെടുക്കണം എന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾക്കത് അംഗീകരിക്കുവാൻ കഴിയില്ല. ചൈനയെ പോലെ ഒരു മഹത്തായ രാജ്യം രക്ഷാസമിതിയിൽ ഇല്ലാതിരിക്കുന്നത് വലിയ അന്യായമായിരിക്കും. ആദ്യം ചെയ്യേണ്ടത് ചൈനയ്ക്ക് അർഹമായ സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ കാര്യം പിന്നീട് പരിഗണിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ മണ്ടത്തരമൊക്കെ വായിക്കുമ്പം
എനിക്ക് നെഹ്റുവിനോട് പരമപുച്ഛം തോന്നുന്നു. പിന്നീട് സംഭവിച്ചത് 1971 ചിയാങ് കൈഷക്കിന്റെ ചൈനീസ് എന്റിറ്റിയെ മാറ്റി മാവോയുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗമായി. ഏറ്റവും നമുക്ക് വിഷമം തോന്നുന്നത് 1963 അതായത് 62 ചൈനീസ് യുദ്ധത്തിന് ശേഷം പോലും ഇന്ത്യ ചൈനയ്ക്ക് സ്ഥിരാംഗത്വം കൊടുക്കണം എന്നാവശ്യപ്പെട്ട് UN വാദിച്ചു. മണ്ടത്തരത്തിന്റെ അങ്ങേ അറ്റം എന്നല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക? ഇത്രയൊക്കെ ചെയ്തു കൊടുത്ത നമ്മളോട് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്തിന് വേണ്ടിയുള്ള ഭാരതത്തിന്റെ ഇതുവരെയുള്ള സകല ശ്രമങ്ങളെയും തടയുന്നത് ചൈനയാണ്. സകല ശ്രമങ്ങളെയും. 2008 ബ്രിക്സ് മീറ്റിംഗിൽ ബ്രസീലും റഷ്യയും സൗത്ത് ആഫ്രിക്കയും ഭാരതത്തിനെ പിന്തുണച്ചപ്പോൾ ചൈന മാത്രം നമ്മളെ എതിർത്തു. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, SDPI പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജ പ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം.